12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ ഇൻ ദ ഗിവൺ റിയാക്ഷൻ ഐഡൻറ്റിഫൈ എ ആൻഡ് ബി എന്നാണ്. അപ്പം ഹൈഡ്രജൻ ഒരു കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു, പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ. എന്ത് എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത ക്വസ്റ്റൻ ആണിത്. എനിക്ക് തോന്നുന്നു ഞാൻ 2024 JEEയുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു ബോർഡ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കുന്ന ഫീലിംഗ് ആണ് ഉണ്ടായത്. കാരണം അത്രയും ഡയറക്റ്റായ NCERT വായിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ മാർക്കും മേടിക്കത്തക്ക രീതിയിൽ 30 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യത്തക്ക രീതിയിലാണ് ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതിനുള്ള തെളിവുകളാണിത്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററാണ്. അവിടെ ആൽക്കീൻസിൻ്റെ ENE കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷനിൽ വളരെ ഗംഭീരമായി NCERT ടെക്സ്റ്റ് ബുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിയാക്ഷനാണത്. അപ്പോൾ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് കാർബൺ, പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് കാർബൺ, അതിന് NCERT ഒരു പേര് പറയുന്നുണ്ട്, ലിൻലാർ കാറ്റലിസ്റ്റ്. അപ്പോൾ ലിൻലാർ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത സിസ് ആൽക്കൈനുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റാണ് ലിൻലാർ കാറ്റലിസ്റ്റ്, പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലഡൈസ്ഡ് കാർബൺ. എന്നാൽ നമ്മളിവിടെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, ആൽക്കലി മെറ്റൽസിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ ലിക്വിഡ് അമോണിയയിൽ. അപ്പോൾ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ട്രാൻസ് ഐസോമർ ആയിരിക്കും കിട്ടുന്നത്, ട്രാൻസ് ആൽക്കീനായിരിക്കും കിട്ടുന്നത്. അപ്പം സിസ് ആൽക്കീനെ കിട്ടാൻ ലിൻലാർ കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം, ട്രാൻസ് ആൽക്കീനെ കിട്ടാൻ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കാം. വ്യക്തമായി NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്ന ഒരു എക്സാമ്പിളാണിത്. അത്രയും സിമ്പിളായി മാറി ഇപ്പോൾ JEEയുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ എ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് എവിടെയാണോ അവിടെയാണല്ലോ ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നത്. ഇത് സിസ് ഐസോമർ അല്ലേ, ഹൈഡ്രജൻ സെയിം സൈഡ് അല്ലേ വന്നിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, 2 പെൻറ്റൈൻ എന്ന് പറയാം, പെൻറ്റൈൻ. അപ്പോൾ 5 കാർബണാറ്റം, ഈ എടുത്തിരിക്കുന്ന ആൽക്കീനും 5 കാർബണാറ്റം ഉണ്ട്, 2ലാണ് YNE വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ബി ആരാണെന്നാണ് ചോദിക്കുന്നത്. സോഡിയം ലിക്വിഡ് അമോണിയ വന്നാൽ പിന്നെ ട്രാൻസ് ആണ് അവിടെ ഓപ്ഷൻ. അപ്പോൾ ഒരു സംശയം വേണ്ട, ട്രാൻസ് 2 ബ്യൂട്ടീനാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും. ഞാൻ ആ റെഫറൻസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം കണ്ട ഉടനെ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, NCERT എടുക്കുക, ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ എടുക്കുക. ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം NCERTയിലുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിക്കാം. സിസ് ട്രാൻസ് ഐസോമർസം, ജോമെട്രിക്കൽ ഐസോമർസിന് ശേഷമാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ കിടക്കുന്ന ചോദ്യമാണ് ലിൻലാർ കാറ്റലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സോഡിയം ലിക്വിഡ് അമോണിയയുടെയും കേസ്. അപ്പോൾ സിസ് ആൽക്കീൻ കിട്ടാൻ ലിൻലാർ കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം. ട്രാൻസ് ആൽക്കീൻ ആണെങ്കിൽ നമുക്ക് സോഡിയം ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ.